സുഹൃത്തുക്കളെ, അപ്പോൾ ഷവോമയുടെ ട്രിമ്മർ കിറ്റ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു റിവ്യൂവിൽ ഒരു അൺബോക്സിങ് വീഡിയോ പോലെ ചെയ്തായിരുന്നു. ഇപ്പോൾ ഇത് 1 മാസമായി, അതായത് ഏകദേശം 5 ആഴ്ചയോളം ആയി നമ്മൾ ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഇത്രയും ദിവസം ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതാണ് പ്രോഡക്റ്റ്. ഏകദേശം 1 മാസത്തോളമായിട്ട് ഈ സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയാം. ഇതിനകത്ത് നമുക്ക് USB Type-C വരുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ട്രാവലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജിങ് കേബിൾ സെപ്പറേറ്റ് കൊണ്ട് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഇത് വെച്ചിട്ട് ഇതിൻ്റെ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് അങ്ങനെ അടിക്കടി ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. ഇത് നല്ല രീതിക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ബാക്കപ്പിനൊന്നും യാതൊരു പ്രശ്നമില്ല. അടിപൊളിയായിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഒരു തവണ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാസത്തിൽ കൂടുതലൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ഉപയോഗിക്കാം. നമ്മൾ ഡെയിലി എടുത്ത് വെച്ച് ട്രിം ചെയ്യത്തില്ലല്ലോ. 3 ദിവസം കൂടുമ്പോഴേക്കല്ലേ യൂസ് ചെയ്യാറുള്ളൂ. 1 മാസത്തിൽ കൂടുതലൊക്കെ എങ്ങനെ പോയാലും ഇത് ചാർജ് നിൽക്കും. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഒരു സേഫ്റ്റി ലോക്ക് വരുന്നുണ്ട്. അതായത് ഈ ഒരു ബട്ടൺ നമ്മളൊരു 5 സെക്കൻഡ് 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് ലോക്കാവും. പിന്നീട് നമ്മൾ ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവില്ല, ഇത് ലോക്കാവും. അപ്പോൾ ബാഗിനകത്ത് കിട്ടുകൊണ്ട് പോകുമ്പോൾ സമയത്ത് ഇത് വെറുതെ പ്രസ്സായി ഇത് ഓണായി കിടന്ന് വേറെ തുണികളോ മറ്റോ ഒക്കെ കട്ടായി പോകാതെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. അത് അവിടെ ഓഫ് ആയിട്ടിരിക്കും. അതെനിക്കൊരു പോസിറ്റീവ് കാര്യമായിട്ട് നോക്കി. പിന്നെ വളരെ സ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഉപയോഗിക്കാൻ ഭയങ്കര ഇതായിട്ടുള്ള ഭയങ്കര സിമ്പിൾ ഒരു ഡിസൈനാണ്. ഡിസൈൻ വൈസ് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. വളരെ സ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമ്പിളായൊരു ഡിസൈൻ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് കൂടെ 2-3 അറ്റാച്ച്മെൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ബോഡി ഹെയർസ് റിമൂവ് ചെയ്യുന്നത്, പിന്നെ ഈ നോസിനകത്തുള്ള ഹെയർ റിമൂവ് ചെയ്യുന്നതും, പിന്നെ പ്രിസൈസ് ട്രിമ്മിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് ക്ലിപ്പുകൾ, അങ്ങനെ കുറച്ച് ബ്ലേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അതിനകത്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ബോഡി ഹെയർ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹെയർ പോവും. ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം മൊത്തം വലിച്ചിളക്കി എടുത്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അങ്ങനെ കൂടെ ഇളക്കുന്ന സമയത്ത് ഇത് ഡാമേജ് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. കാരണം ഇതിന് ഭയങ്കര ഒരു ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പേഴ്സണലി. ഇത് ഞാൻ അന്ന് വാങ്ങിയത് 1500 രൂപയ്ക്കാണ് വാങ്ങിയത്. 1500 രൂപയ്ക്ക് ഈ ഒരു സാധനം വാങ്ങുമ്പോൾ ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് വാട്ടർ റെസിസ്റ്റൻ്റ് എങ്കിലും കൊടുക്കാമായിരുന്നു. ഇതിൻ്റെ ഒരു പ്രോ വേരിയൻ്റ് അവർ ഇറക്കിയിട്ടുണ്ട്. ഏതാണ്ട് 2000 എത്ര രൂപയാണെന്ന് തോന്നുന്നു വില, അറിയില്ല. അതിൻ്റെ അകത്ത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഇവിടെ ഈ ചാർജിങ് ഇവിടെ LED കൊടുത്തിട്ടുള്ളത്. പുതിയ പ്രോ വേരിയൻറ്റിനകത്ത് അത് ചാർജിങ് ഒരു ഡിസ്പ്ലേയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ട്രിമ്മറിൻ്റെ 1C എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ജനറേഷൻ ഒരെണ്ണം ഇറക്കിയായിരുന്നു. അതിൻ്റെ അകത്ത് അത് എനിക്ക് തോന്നുന്നു ഏകദേശം ഇത്ര വിലയൊക്കെ അന്നും ഉണ്ടായിരുന്നുള്ളൂ. ആ സാധനം അടിപൊളി സാധനം എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവും പറയാനില്ല. അതൊരു കിട്ടില്ല ഐറ്റമായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് ആ ഒരു സാധനം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ തുടക്കത്തിൽ വെച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ്. പിന്നെ അത് 2 കൊല്ലം ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, അങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ അതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരുന്നു. ഡിസൈനൊക്കെ കംപ്ലീറ്റ്ലി ഇത് സെയിം ഡിസൈൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്. പക്ഷേ അത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരുന്നു. ഫുള്ളായിട്ട് കഴുകി ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് ബക്കറ്റിനകത്ത് മുക്കി വെച്ച് കഴുകാം, പൈപ്പിൽ കാണിച്ച് കഴുകാം, എന്ത് വേണോ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അടിപൊളി ഐറ്റമായിരുന്നു. പക്ഷേ ഈ ഒരു മുതൽ കഴുകുന്ന കാര്യം നടക്കില്ല. നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും വലിയൊരു മെനക്കേടെന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇതിൻ്റെ ഊരിയെടുത്ത് ഈ ബ്ലേഡ് വേണമെങ്കിൽ നമുക്ക് കഴുകാൻ പറ്റും. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ കഴുകിയാലും പിന്നെ ഇതിനകത്തൊക്കെ ഹെയറിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. നമ്മളത് പിന്നെ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നു. ഇനി എത്രയൊക്കെ ബ്രഷ് വെച്ച് തുടച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു വെള്ളത്തിൽ കാണിച്ച് കഴുകുന്നതിൻ്റെ ഒരു ഫീലൊന്നും നമുക്ക് വേറെ ഒന്നും കിട്ടത്തില്ല. ഒരു പ്രിസൈസ് ആയിട്ടുള്ള ട്രിമ്മിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ വെക്കുന്ന സമയത്ത് ഇത് സ്കിന്നിലേക്ക് നന്നായിട്ട് ടച്ചായി ഒരു പെയിൻ വരുന്നുണ്ട്. നമ്മൾ സ്കിന്നിൽ കൂടി കട്ടാവുമോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് തോന്നിപ്പോൾ ആ രീതിക്കുള്ള ഒരു ഷാർപ്നെസ് നമുക്ക് ഇതിൻ്റെ എഡ്ജുകളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. അതാണ് എനിക്ക് തോന്നിയ മറ്റൊരു നെഗറ്റീവ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയത്തൊക്കെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല, പിന്നെ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. കാരണം ഡയറക്റ്റ് ബ്ലേഡ് അത്രയും ഷാർപ്പ് എഡ്ജുകളൊന്നും നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്ത് അത് ഡാമേജ് ആക്കുന്നുണ്ട്. അത് ഫസ്റ്റ് സീരീസിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് അവന്മാർക്ക് ഇത് 1500 രൂപയ്ക്ക് ഈ സാധനം എനിക്ക് അത്ര ഇങ്ങോട്ട് പോരാ. ഒരു 1000 രൂപയ്ക്ക് ഉള്ള ഇതേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം 1500 രൂപയ്ക്ക് ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കാരണം ഇതിൻ്റെ ഫസ്റ്റ് സീരീസ് ഇറക്കി, സെക്കൻഡ് ഇറക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ ഒരു പ്രോയും കൂടെ ഇറക്കി. അപ്പോൾ പ്രോ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് അവന്മാർ ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻ്റ് ഒഴിവാക്കി കളഞ്ഞു. അതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. വലിയ കുഴപ്പമില്ല. നമുക്ക് ഒരു 1000 രൂപയ്ക്ക് ഓഫർ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കോ. 1500 മുതലൊന്നുമില്ല. 1000 രൂപയ്ക്ക് അകത്ത് ഓഫർ കിട്ടുകയാണെങ്കിൽ അടിപൊളി സാധനമാണ്.